എൻ്റെ പേര് ആൻസൺ, 35 വയസ്സ്. ഞാൻ അർത്തുങ്കൽ ചേന്നവേലി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനും ഒരു നഴ്സാണ്. എല്ലാ നഴ്സുമാരും കാണുന്നത് പോലെ വിദേശത്ത് പോകുവാനും ജോലി ചെയ്യുവാനും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ 2012 മുതൽ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2014 മുതൽ വിദേശത്ത് പോകുവാനുള്ള തയ്യാറെടുപ്പും അതിനുള്ള ഓരോ ശ്രമങ്ങളിലും ഓരോ ശ്രമങ്ങളും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഞാൻ തോറ്റുപോകുന്നു. എൻ്റെ മനസ്സിനെ ഒത്തിരി വേദന ഉണ്ടാക്കുന്ന നിമിഷങ്ങളായിരുന്നു അതൊക്കെ. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എന്താ എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഒത്തിരി പ്രയത്നിക്കുന്നു. ഞാൻ ഇതുവരെ ഒരു 10-15 തവണയെങ്കിലും IELTS ഒക്കെ എഴുതിയിട്ടുണ്ടാവും. എപ്പോഴും ഏതെങ്കിലും ഒരു മോഡ്യൂള് നഷ്ടപ്പെടുന്നതും വളരെ 0.5 മാർക്ക് എന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കും. വീണ്ടും എഴുതും, വീണ്ടും പോകും. ഞാനെപ്പോഴും വിചാരിക്കാറുണ്ടായിരുന്നു, എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഒത്തിരി ഡെസ്പറേറ്റായി, ഒത്തിരി നിരാശനായി. എൻ്റെ ചേച്ചിയും ഒരു നഴ്സാണ്. എൻ്റെ ചേച്ചി ഓൾറെഡി UK സെറ്റിൽഡാണ്. അപ്പം ഞാൻ നേഴ്സിംഗ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുതൽ ഞാൻ ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്കും UK പോകണമെന്ന്. അങ്ങനെ ഞാൻ 2020 ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നു, പ്രാർത്ഥിച്ചു ഒക്കെ പോയി. IELTS ഒക്കെ ഒത്തിരി തവണ എഴുതിയിട്ട് നടന്നില്ല. അവസാനം ഞാൻ OET ആദ്യത്തെ തവണ എഴുതിയപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയപ്പോൾ ഞാനപ്പം എൻ്റെ സ്വപ്നത്തെ ഞാൻ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഞാനപ്പം അയർലൻഡിൽ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ വിസയുടെ കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വിസയുടെ കുറേ പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ ഞാൻ കോവിഡ് കാലത്ത് ഞാൻ അയർലൻഡിൽ പോയി. അവിടെ ചെന്നിട്ട് ഓസ്കി പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വിസയുടെ ഓട്ടത്തിൻ്റെ പുറകിൽ നടന്നുകൊണ്ട് എനിക്ക് അതിന് പഠിക്കാനൊന്നും സാധിച്ചില്ല. അപ്പോൾ എനിക്ക് ഓസ്കി പ്രാക്ടിക്കൽ എനിക്ക് നഷ്ടമായി. ഞാൻ അതിൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്ത് എല്ലാം കിട്ടി, പക്ഷേ ഒരു സ്റ്റേഷൻ കിട്ടിയില്ല. അങ്ങനെ എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല. ഞാൻ അയർലൻഡിൽ നിന്ന് എല്ലാവരും എൻ്റെ നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അയർലൻഡിൽ പോയത്. പക്ഷേ അപ്പം എനിക്ക് എന്നോട് തന്നെ എന്തു പറയും, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തു പറയും, അയർലൻഡിൽ പോയിട്ട് തിരിച്ചു വന്നല്ലോ, അതൊക്കെ പറയുമ്പോൾ ഒരു നാണക്കേടും അതൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ നേരെ എൻ്റെ മമ്മിയും ചേച്ചിയും മാത്രമേ ഞാൻ അറിഞ്ഞു ഈ കാര്യം പറഞ്ഞിട്ടുള്ളായിരുന്നു. എൻ്റെ അപ്പനോട് പറയാൻ സാധിച്ചില്ല. കാര്യം എനിക്കറിയാം, എൻ്റെ അപ്പനോട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അപ്പൻ ഒത്തിരി ദുഃഖിക്കും. ഞാൻ അതോർത്തുകൊണ്ട് ഞാൻ എൻ്റെ ചേച്ചിയോട് സംസാരിച്ച് തീരുമാനിച്ച് ഞാൻ ജോലി ചെയ്തിരുന്ന എൻ്റെ ഹൈദരാബാദ് ഞാൻ അവിടെ പോയി. 8 മാസത്തോളം ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞില്ല ഞാൻ ഇവിടെ ഹൈദരാബാദിലുണ്ടെന്നുള്ള കാര്യം. പക്ഷെ ഞാൻ ഒരു ദിവസം എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഞാൻ താമസിക്കുന്നിടത്ത് ഒരു പള്ളിയുണ്ട്, വിജയ് മേരി ചർച്ച് എന്ന് പറയുന്ന ഖൈരത്താബാദ്. അവിടെ മാതാവുണ്ട്. ഇതേപോലെ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കും, എന്താ എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴും ദുഃഖവും നിരാശ, എൻ്റെ ഹോപ്പെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ അയർലൻഡിലായിരുന്നപ്പോൾ എൻ്റെ എക്സാം നഷ്ടമായപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ചിലപ്പം ഈ ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് വരെ ഞാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ആ കൃത്യസമയത്ത് ഞാനപ്പോൾ എൻ്റെ ചേച്ചി അവിടെ വന്നു. എൻ്റെ ചേച്ചിക്ക് മനസ്സിലായി ഞാൻ ഒത്തിരി സങ്കടത്തിലാണെന്ന്. എന്നിട്ട് ചേച്ചി എന്നെ ഒത്തിരി കൺസോൾ ചെയ്ത് ഞാൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിക്കും ആ സമയത്ത് എൻ്റെ ദേവമാതാവ് എൻ്റെ ചേച്ചിയുടെ രൂപത്തിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ജീവനോടെ ഉണ്ടായിരിക്കില്ല. അത്രയ്ക്ക് ഞാൻ വിഷമിച്ചു. ഞാൻ എന്നിട്ട് ഹൈദരാബാദിൽ വന്നു 8 മാസത്തോളം ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ പറഞ്ഞില്ല. എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും അറിയാം, പക്ഷേ അപ്പനോട് പറഞ്ഞില്ല. ഞാനവിടെ
താമസിച്ചു. ഒരു ദിവസം എൻ്റെ അപ്പം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അയർലൻഡിലില്ല, ഞാൻ ഹൈദരാബാദിലുണ്ട്. അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു, എൻ്റെ മോനെ നീ ഇങ്ങോട്ട് പോര്. അത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, റെൻസു. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു, നമുക്ക് ഒന്നും കൂടി പോയി IELTS എഴുതാം. ഞങ്ങളങ്ങനെ ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്ത് IELTS എഴുതി. എറണാകുളത്ത് കോച്ചിങ്ങിനൊക്കെ പോയി IELTS എഴുതി. ആദ്യത്തെ തവണ എഴുതിയപ്പോൾ തന്നെ അവന് കിട്ടി. എനിക്ക് അപ്പോഴും റീഡിങ് കിട്ടിയില്ല. രണ്ടാമതും എഴുതി. അപ്പം റീഡിങ് കിട്ടി, റൈറ്റിങ്ങിന് കിട്ടിയില്ല. റൈറ്റിംഗ് 6 ആയിപ്പോയി. അപ്പോഴും UK സ്കോറില്ല. അപ്പോൾ ഞാനപ്പോൾ തീരുമാനിച്ചു, ഞാൻ ഇനി എഴുതില്ല. ഞാൻ മാതാവിനോട് ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ഞാൻ ഇനി എഴുതില്ല. ഞാൻ ഒരു തവണ കൂടി വേണമെങ്കിൽ എഴുതി നോക്കാം, പക്ഷേ ഞാൻ ഇതോടെ ഞാൻ നിർത്തുക. ഞാനിനി IELTS നിർത്തും, നഴ്സിംഗ് നിർത്തും എന്ന് വിചാരിച്ച് ഞാൻ അവസാനത്തെ ഒരു ഉടമ്പടിയും കൂടി പുതുക്കിക്കൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഡിസംബറിൽ ഡേറ്റ് എടുത്തു. ഞാൻ പരീക്ഷ എഴുതി. 28-ാം തീയതി ഡിസംബർ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ ആ സമയത്ത് വെട്ടുകാട് പള്ളിയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ റിസൾട്ട് വന്നപ്പോൾ ഞാൻ കരഞ്ഞു പോയി. കാര്യം എനിക്ക് നല്ല സ്കോറ്, ഞാൻ എൻ്റെ ഇതുവരെ കിട്ടാത്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും നല്ല സ്കോർ. അത് എനിക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിലും പോകാൻ പറ്റുന്ന നല്ല ഉയർന്ന സ്കോറോടെ ഞാൻ പാസ്സായി. അപ്പം ഞാൻ മാതാവിനോട് ഞാൻ കരഞ്ഞു നന്ദി പറഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ IELTS ആദ്യത്തെ തവണ എഴുതി. അത് കിട്ടാതിരുന്നിട്ടും എനിക്ക് നോർക്കയുടെ ഒക്ടോബറിലൊരു ഇൻ്റർവ്യൂ കിട്ടിയായിരുന്നു. അതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഫെബ്രുവരി എൻ്റെ CBT എക്സാം എഴുതി, CBT പാസ്സായി. അങ്ങനെ പിന്നെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ UK ഇലക്ഷൻ വന്നപ്പോൾ പിന്നെയും വീണ്ടും ഡിലേ ആയി. ഞാൻ വിചാരിച്ചു ഇനിയും ഞാൻ വെയിറ്റ് ചെയ്യണോ, താമസിക്കണോ? പക്ഷേ എപ്പോഴും മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് ഹോപ്പ് എന്ന് പറയുന്ന സാധനം എൻ്റെ മാതാവാണ് തന്നത്. ഞാൻ എല്ലാ ദിവസവും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, കൊന്തുപടിക്കും, ബൈബിൾ വായിക്കുകയും എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 2 നേരം തൈലം പൂശി. എൻ്റെ എക്സാമിനൊക്കെ ഞാൻ എൻ്റെ കാശുരൂപമായിട്ടാണ് ഞാൻ പോയിരുന്നു എഴുതിയത്. എൻ്റെ അവസാനത്തെ IELTS എക്സാം എഴുതിയപ്പോൾ ഈ IELTS എൻ്റെ അവസാനത്തെ IELTSാണ്. ഇനി ഞാൻ ഒന്നിൻ്റെയും പുറകെ പോയില്ല. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ഇവിടെ നിന്നോളാമെന്ന് വരെ ഞാൻ തീരുമാനം എടുത്തുകൊണ്ടായിരുന്നു ഞാൻ അത് പോയി എഴുതിയത്. പക്ഷെ അത് കിട്ടിയപ്പോൾ ഞാൻ കരഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് CBT എക്സാം കിട്ടി. അവസാനം ഈ ഒക്ടോബർ മാസം കൊന്തറാലിയുടെ ആ ആഴ്ച എനിക്ക് നോർക്ക കഴിഞ്ഞ ഒക്ടോബറിൽ വിളിച്ചതാണ്. അവർ എന്നെ വിളിച്ചു. എനിക്ക് ഇമെയിൽ വന്നു, ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്, നിങ്ങൾ ഈ സ്ഥലത്തോട്ട് താല്പര്യമാണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യു ക്യാൻ പ്രൊസീഡ് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അവിടുത്തെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അങ്ങനെ എൻ്റെ വിസ വന്നു. ഇപ്പോൾ ഞാൻ നാളെ പോകുക. അങ്ങനെ എൻ്റെ ജീവിതം തന്നെ ഞാൻ ഏറ്റവും വലിയ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മാതാവിനും എൻ്റെ യേശുക്രിസ്തുവിനും പരിശുദ്ധാത്മാവിനും നന്ദി. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ ചേർത്തല താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ വാടി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു, പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. പിന്നെ പത്രം ഞാൻ എല്ലായിടത്തും നടന്നു കൊടുക്കുമായിരുന്നു. അർത്തിങ്കൽ ബീച്ചിലും അർത്തിങ്കൽ പള്ളിയിലും ഞങ്ങളുടെ ചേന്നവലി പള്ളിയിലും. പിന്നെ ഞാൻ IELTS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ IELTS കോച്ചിങ് സെൻറ്ററിലും, പിന്നെ ഞാൻ ഹൈദരാബാദിലായിരിക്കുമ്പോഴും ഞാൻ ഇംഗ്ലീഷ് പത്രങ്ങൾ മേടിച്ചുകൊണ്ട് പോയി അവിടെയും കൊടുക്കുമായിരുന്നു. ചില സമയത്ത് ഞാനും സുഹൃത്തും കൂടി മാറി ഓടി നടന്ന് മത്സരിച്ച് കൊടുക്കുമായിരുന്നു പത്രം. അപ്പോൾ ചിലവർ വിചാരിക്കും ഇത്രയും ഈ പ്രായമുള്ളവർ എന്തുവാ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു മടിയുമില്ലായിരുന്നു. കാരണം ഞങ്ങൾക്കറിയാം ആര് കൈവിട്ടാലും ദൈവം കൈവിടില്ല എന്ന്. അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഞാൻ. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധമയ്ക്കും തിരുക്കുമാരനും
ഒരായിരം നന്ദി പറയാം. വലിയൊരു സാക്ഷ്യമാണ് ഈ സഹോദരൻ ഇവിടെ നമ്മുടെ മുമ്പിൽ പറഞ്ഞത്. സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവിൻ്റെ രക്ഷയും ജീവൻ്റെ സങ്കേതവുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം, ആരെയും നീ പേടിക്കണ്ട എന്ന് സങ്കീർത്തകൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകൻ പറഞ്ഞത്, ഒരു 14 തവണയെങ്കിലും ഞാൻ IELTS എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ട് എനിക്ക് ഒരിക്കൽ പോലും ഒന്ന് കിട്ടും, മറ്റൊന്ന് പോകും, ഒന്ന് കിട്ടും. ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ നിരാശ ഭയങ്കരമായിട്ടും വന്ന് മരണത്തെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ച സമയങ്ങളുണ്ട്. പക്ഷെ ഒരു തവണ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധമ്മ കനിവാർന്ന് അയർലൻഡ് സ്കോർ നൽകുന്നുണ്ട്. അപ്പം അങ്ങനെ അയർലൻഡിൽ പോയി, പക്ഷെ അവിടെയും തടസ്സങ്ങൾ നേരിടുമ്പോൾ തിരിച്ച് ഹൈദരാബാദിൽ വന്നിട്ട് 9 മാസത്തോളം അവിടെ നിന്നു. അപ്പോഴും സ്വന്തം അപ്പനോട് പറഞ്ഞിട്ടില്ല ഞാൻ ഹൈദരാബാദിലാണെന്ന്. അങ്ങനെ ഒരു ഹൈഡ് ചെയ്തുള്ള ഒരു ജീവിതമാണ്. ഒരു 9 മാസക്കാലം വീട്ടിൽ നിന്ന് പോലും ഒളിച്ചു വച്ചിട്ട് ജീവിക്കുന്നൊരവസ്ഥ നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കടിഞ്ഞൂലവകാശം നേടിയിട്ട് യാക്കോബ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ, ഭയപ്പെട്ട് യാക്കോബ് തിരിച്ചു വരുമ്പോൾ ഏസാവ് എല്ലാം കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു പഴയ നിയമഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ മകൻ അപ്പനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ പറയണം, അവനെ നീ പേടിക്കണ്ട, നീ വാ. അങ്ങനെ പറയുമ്പോൾ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി. വീണ്ടും ഈ മകൻ പറയുന്നത്, ഞാൻ വീണ്ടും ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ എഴുതി ഞാൻ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞൊരു വാക്യം എൻ്റെ മനസ്സിൽ കൊണ്ടൊരു വാക്യം പറയണേ, എൻ്റെ കാശുരൂപം കൊണ്ട് ഞാൻ പോയി. അതിൻ്റെ അർത്ഥം ഉടമ്പടിയെ ഈ സഹോദരൻ ഓൺ ചെയ്തു എന്നുള്ളതാണ്. ഈ ഉടമ്പടി പ്രാർത്ഥന ഈ വ്യക്തി ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് തൻ്റെ മധ്യസ്ഥത വഴിയായി കർത്താവിന് കൊടുത്തപ്പോൾ കർത്താവ് ഈ മകനെ ഏറ്റെടുത്തു. അങ്ങനെയാണ് ഈ മകൻ പറഞ്ഞത്, ലോകത്തിലെ ഏത് രാജ്യത്തിലും പോകുവാൻ പറ്റുന്ന രീതിയിലുള്ള എനിക്ക് സ്കോർ പരിശുദ്ധ അമ്മ നൽകി. അതുവഴി ഞാൻ ഏറ്റവും വലിയ സാക്ഷ്യമാണ്, കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന, നിങ്ങളുടെ മുമ്പിൽ ജീവിച്ച് നിൽക്കുന്ന ഏറ്റവും വലിയൊരു സാക്ഷ്യമാണെന്ന് വേണ്ടി മകനോട് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെയും ദേവപിതാവിലൂടെയും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.